ഹലോ എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നാൽ കൂടി 5 കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈലൻ്റായി ആ ഒരു കാര്യം റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കും, അതായത് ആ റിലേഷൻഷിപ്പിൻ്റെ തകർച്ചയിലേക്ക് നയിക്കും. അങ്ങനെയുള്ള 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 1, ലാക്ക് ഓഫ് അപ്രീസിയേഷൻ. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അവരെടുക്കുന്ന എഫേർട്ടുകളെ ഒന്ന് നോട്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അറ്റൻഷനോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല വാക്ക് പറയുന്നില്ല. താങ്ക് യു എന്നുള്ളൊരു കാര്യം പോലും അവിടെ ഉണ്ടാകുന്നില്ല. പകരം ഞാനത് കണ്ടില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല, നീ അത് ചെയ്തിരുന്നു. ഇങ്ങനെ അവരെടുക്കുന്ന എഫേർട്ടുകളെ കണ്ടില്ല എന്ന രീതിയിലാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പിനെ സൈലന്റ് ആയി ഇല്ലാതാക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഡിഫിക്കൽട്ട് ആണ്, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയാന്നുള്ളത് കൺഫ്യൂസ്ഡ് ആണ് എന്നൊക്കെ കരുതിക്കൊണ്ട് പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരുപാട് ടോപ്പിക് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക, അതായത് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ഒരുപാട് ടോപ്പിക്കുകൾ കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ പറഞ്ഞു തീർക്കാത്ത ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. മാത്രമല്ല അൺസ്പോക്കൺ ടെൻഷൻ 2 പേരിലും ഉണ്ടാവുകയും ചെയ്യും. സോ കൂടുതൽ ടെൻഷൻസ് ആണ് അവിടെ ഉണ്ടാവുക, അല്ലാതെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണ് എന്ന് കരുതിക്കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സംസാരിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നും പറയാതെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പിനെ സൈലന്റ് ആയി ഇല്ലാതാക്കുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പാർട്ട്ണറുമായി ഒരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് എത്തുക എന്നുള്ളത്. അതായത് വിന്നിങ് മൈൻഡ് സെറ്റ്. എന്ത് ചെയ്താലും വേണ്ടില്ല, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഏതറ്റം വരെയും പറയും, എന്നാലും ആ ഒരു ആർഗ്യുമെന്റിൽ അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണോ അതിൽ ജയിച്ചിരിക്കണം, അതിൽ വിൻ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാവുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞേക്കാം. മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നലിനേക്കാൾ കൂടുതൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ്, ഞാൻ മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വിജയിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ എത്തും. സ്വാഭാവികമായും പാർട്ട്ണറെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടായിരിക്കും കാണുക. അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്കിടയിലുള്ള ഇന്റിമസിക്ക് അത് കോട്ടം തട്ടിക്കും. സോ വിന്നിങ് മൈൻഡ് സെറ്റ്, എപ്പോഴും എന്ത് കാര്യത്തിലും വിൻ ചെയ്യണം, സ്കോർ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പിനെ സൈലന്റ് ആയി ഇല്ലാതാക്കുന്ന മറ്റൊരു കാര്യം. നാലാമത്തെ ഒരു കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. ഒരു പണിഷ്മെന്റ് എന്ന രീതിയിലാണ് പല ആളുകളും സൈലന്റ് ട്രീറ്റ്മെന്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് നൽകുക. അതായത് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവർ ചെയ്തു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് തന്നെ ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് സൈലന്റ് ആയി പോകുന്നു. അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കില്ല, നോ റെസ്പോൺസ് ആയിരിക്കും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി സംസാരിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ സംസാരിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നടത്തില്ല. പകരം സൈലന്റ് ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ എന്തിനും ഏതിനും സൈലന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ അറിയാതെ ഉണ്ടാകാൻ തുടങ്ങും. അതും ആ റിലേഷൻഷിപ്പിനെ സൈലന്റ് ആയി ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ എല്ലായ്പ്പോഴും സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യങ്ങളൊന്നും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പിനെ സൈലന്റ് ആയി ഇല്ലാതാക്കുന്ന മറ്റൊരു കാര്യം. ആൻഡ് ഫൈനൽ വൺ, ടേക്കിംഗ് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. ഒരു പക്ഷേ എല്ലാ റിലേഷൻഷിപ്പിനെയും തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ചെയ്യട്ടെ, അത് അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു താങ്ക് യു പറയാനോ ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനോ
അല്ലെങ്കിൽ അവരെടുക്കുന്ന എഫേർട്ടുകളെ ശ്രദ്ധിക്കാനോ ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ മടി കാണിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു രീതി. അങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഫീലാണ് അവര് ഒരു ടേക്കിംഗ് ഗ്രാൻഡഡ് ആയി പോകുന്നു എന്നുള്ളത്. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു താങ്ക് യു പറയുന്നത് അല്ലെങ്കിൽ ഒരു ഐ ലവ് യു പറയുന്നതൊക്കെ വളരെയധികം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പതിയെ പതിയെ അതെല്ലാം ഡിസപ്പിയർ ആകാനും തുടങ്ങും. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും, അതും ഡിസപ്പിയർ ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ ഈ 5 കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സൈലന്റ് ആയി ആ കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിനെ തകർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്